ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കറിയാം ഡിസംബർ 2021 ജൂൺ 2022 മെർജ്ഡ് സൈക്കിളിൽ കൊമേഴ്സിൻ്റെ എക്സാം 3 ഷിഫ്റ്റുകളായിട്ടാണ് നടത്തിയിരുന്നത്. അതിൽ 1ഉം 2ഉം ഷിഫ്റ്റുകൾ സെപ്റ്റംബർ 29-നാണ് നടത്തിയിരുന്നത്. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം ആൻസേഴ്സും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക 14th ഒക്ടോബറിൽ നടന്ന 3ാമത്തെ ഷിഫ്റ്റ് കണ്ടക്ട് ചെയ്തത് 14th ഒക്ടോബറിലായിരുന്നു. സോ 14th ഒക്ടോബറിൽ മോർണിംഗ് ഷിഫ്റ്റിലാണ് കൊമേഴ്സിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തത്. സോ ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം അതിൻ്റെ ഫൈനൽ ആൻസേഴ്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്നത്, ഓരോ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്താണ്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകളെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റ് സെഷൻസുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് 14th ഒക്ടോബറിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ മൂവിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അവർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതോടൊപ്പം അവരൊരു പാസേജിൽ നിന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻസിലുള്ള മിസ്റ്റേക്ക് കാരണം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ARRുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് പല വർഷങ്ങളിലായിട്ട് അതായത് 5 വർഷങ്ങളിൽ നിന്നാണ് നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറയുന്നത്. ആ 5 വർഷത്തെയും നിങ്ങൾക്കുള്ള ഇൻകം തന്നിട്ടുണ്ട്. ഓക്കെ, 5 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ട് ആൻഡ് ARR കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവർ ഡ്രോപ്പ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ സബ്സിഡിയറീസ് ഓഫ് RBIയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നബാർഡ്, എക്സിം, DICGC, അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്ക്, നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഡിയും ഇയും ഒക്കെ വരുന്നത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്കും എക്സിം ബാങ്കും ഒക്കെ തന്നെയും അവർ ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടുന്ന കോമ്പിനേഷനിലുള്ള കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ പലപ്പോഴായി മാച്ച് ദ ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. സോ ഇത്തവണയും അവർ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 8, 28, 34. ഇത് നമുക്ക് അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാച്ച് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ A2 എന്ന് അറിഞ്ഞാൽ തന്നെ യു ഹാവ് ഓൺലി 2 ഓപ്ഷൻസ്. നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഒന്നുകിൽ അത് ഓപ്ഷൻ എ അല്ലെങ്കിൽ അത് ഓപ്ഷൻ ബി എന്നുള്ള ആൻസറിലേക്ക് വരാം. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ എറേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. സോ B4. അപ്പം A2, B4 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കും. എങ്കിലും നമുക്ക് ബാക്കിയുള്ളത് കൂടി നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 28 എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചർ. സോ C1. And Indian Accounting Standard 34 is related to Interim Financial Reporting. So നമ്മുടെ ഓപ്ഷൻസ് എങ്ങനെ വരും? A2, B4, C1 and D3. So correct answer for this question is option B. Moving to another question, the following information with respect to a company is given below, and here നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്ന ഏർണിംഗ് പെർ ഷെയർ ആണ്. സോ ഇതും അക്കൗണ്ടിങ് യൂണിറ്റിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെ ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുക? ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ബിഫോർ ടാക്സ് 1 lakh. അതുപോലെ അവർക്ക് 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 1 ലക്ഷം രൂപയുടെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട് 1 ലക്ഷം രൂപയുടെ. ടാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ 50% പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? EPS കണ്ടുപിടിക്കുക. വളരെ ഈസി ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്ത് കിട്ടും B, which is 4 എന്ന് നമുക്ക് കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ.
Moving to another question. വീണ്ടും അക്കൗണ്ടിങ്ങിൽ നിന്ന് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ഫ്രം പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ബിഫോർ അപ്രോപ്രിയേഷൻ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം വാസ് ₹50,000. Shagun, one of the partner, receives a salary of 4,000 and interest at a 10% per annum on his capital ₹1 lakh. Amir, the other partner, receives interest on capital at the same rate as Shagun. Amir's capital was 89,000. The share of profits and losses equally. Okay, so the profit and loss ratio എന്ന് പറയുന്നത് equal ആണ്. That is 1:1. What was the total share of profit credited to Amir current account? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അമീറിന്റെ മാത്രം. അമീറിന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കേണ്ടുന്ന പ്രോഫിറ്റിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, സോ നമുക്കിത് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വരും, വിച്ച് ഇസ് 22,450. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ പിന്നീട് നടത്തുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ നമ്പർ 6. Again, അക്കൗണ്ടിങ്ങിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which one of the following approaches of human resource accounting was suggested by Brumert, Flamhouse and Piley? ഓക്കെ, അപ്പം ഈ ഏത് കോൺസെപ്റ്റ് ആണ് അവർ സജസ്റ്റ് ചെയ്തതെന്നേ ചോദിച്ചിട്ടുള്ളൂ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച്, ഹിസ്റ്ററിക്കൽ കോസ്റ്റ് അപ്രോച്ച്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്രോച്ച്. ഏതാണ് കറക്റ്റ് ആൻസർ? വിച്ച് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഹിസ്റ്ററിക്കൽ കോസ്റ്റ് അപ്രോച്ച്. സോ മൂവിങ് ടു 7th ക്വസ്റ്റ്യൻ. എഗെയിൻ നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സ്പെസിഫിക്കലി ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലിസ്റ്റ് 2ൽ നമുക്ക് സെക്ഷൻസുകളാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസും. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ബൈ CAG. അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ തന്നിരിക്കുന്ന ആ സെയിം സെക്ഷൻ തന്നെ ആയിട്ടാണ്. സെക്ഷൻ 139 സബ്സെക്ഷൻ 5. സോ നമുക്ക് A1 എന്ന് പറയാം. A1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ഐദർ ഇറ്റ് ക്യാൻ ബി C ഓർ D. ഓക്കെ, വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 141ലാണ്. സോ B2 അതും പ്രോപ്പർ ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് പറയുന്നത് 143ലും റെമ്യൂണറേഷൻ ആണ് 142ലും പറയുന്നത്. സോ C4 D3 എന്ന് വരും. ഓക്കെ, സോ യെസ്, സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ C. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ലിസ്റ്റ് 1ൽ ഏർണിംഗ് വാല്യുവേഷൻ റേഷ്യോസുകളാണ് തന്നിരിക്കുന്നത്. ആൻഡ് ലിസ്റ്റ് 2ൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ എഗെയിൻ അക്കൗണ്ടിങ്ങിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ നമുക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഏർണിംഗ്സ് ഈൽഡ് റേഷ്യോ, പ്രൈസ് ബുക്ക് റേഷ്യോ, റിലേറ്റീവ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ആക്ച്വലി പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ്, ഏർണിംഗ് പെർ ഷെയർ ആണ്. സോ നമുക്ക് ശരിക്കും ഇവിടെ 3 ആയിട്ട് മാച്ച് ചെയ്യാം. A3 ആയിട്ട് മാച്ച് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഓൺലി 1 ഓപ്ഷൻ, ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. സോ A3 എന്ന് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഏർണിംഗ് ഈൽഡ് റേഷ്യോ ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് പ്രൈസ്. സോ B4 വരും. ദെൻ C പ്രൈസ് ബുക്ക് റേഷ്യോ എന്തായിരിക്കും? സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ അക്കൗണ്ടിംഗ് നെറ്റ്വർക്ക്. സോ C1 ആൻഡ് D റിലേറ്റീവ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഫേംസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഡിവൈഡഡ് ബൈ an index ഓഫ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D. മൂവിങ് ടു 9th ക്വസ്റ്റ്യൻ. സോ ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതും ആക്ച്വലി അക്കൗണ്ടിങ്ങിലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. സോ അസേർഷനിലേക്ക് വരികയാണെങ്കിൽ there is a change in the profit sharing ratio of the old partners when a new partner gets his share of profit from old partners. ഇവിടെ എന്താണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറയാണ് ഒരു ചേഞ്ച് ഉണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. പുതിയൊരു പാർട്ട്ണർ അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണർ അതിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. യെസ്, അസേർഷൻ ശരിയാണ്. വാട്ട് അബൌട്ട് റീസൺ? വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഫോർ എ സർട്ടൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ദ കമ്പൈൻഡ് ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് വിൽ ബി റെഡ്യൂസ്ഡ്. ശരിയാണ് അല്ലെ? പുതിയൊരു പാർട്ട്ണർ കൂടി ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഷെയർ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കുറഞ്ഞു പോകും എന്നുള്ളതാണ്. സോ യു ക്യാൻ സീ ദാറ്റ് അസേർഷൻ ആൻഡ് റീസൺ ആർ ബോത്ത് ആർ കറക്റ്റ്. ആൻഡ് എന്തുകൊണ്ട് അവരുടെ ഷെയർ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് റീസണിൽ എക്സ്പ്ലെയിനും ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം A and R are correct and R is the correct explanation. So correct answer for this question is option A.
Moving to another question, question number 10. Arrange the following in the winding up process of a company by the tribunal in chronological sequence from first to last. ഈ ഒരു ടോപ്പിക്ക് ശരിക്കും നമുക്ക് രണ്ട് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിങ്ങിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും നമുക്ക് പറയാം, അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് കമ്പനി അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്, കമ്പനി ലോ പഠിക്കാനുണ്ട്. ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെടുത്തിയും വേണമെങ്കിൽ നമുക്കിതിനെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വൈൻഡിങ് അപ്പ് പ്രോസസ്സിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ ആദ്യം തന്നെ വായിച്ചു നോക്കാം. സെറ്റിൽമെന്റ് ഓഫ് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്, submission of report by the company liquidator, petition for winding up, direction of tribunal on report of a company liquidator, appointment of a company liquidator. ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന എന്തായിരിക്കും? ആദ്യം നമ്മൾ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കണ്ടേ, അതിന് ശേഷം വൈൻഡിങ് അപ്പ് പ്രോസസ്സേ സംഭവിക്കുള്ളൂ. സോ നമുക്ക് ആദ്യം വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ച്വലി ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഇസ് ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി നോക്കിക്കേ, ഓപ്ഷൻ സിയിലാണ് സി എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. എങ്കിലും നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ആദ്യം നമ്മൾ പെറ്റീഷൻ കൊടുത്തു, അതിനുശേഷം കമ്പനി ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തു, ദെൻ സബ്മിഷൻ, നമ്മൾ ആ കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. ആൻഡ് അതിനുശേഷം എന്തിലേക്ക് വരും, ഡയറക്ഷൻ ഓഫ് ട്രിബ്യൂണൽ ഓൺ റിപ്പോർട്ട് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. ആൻഡ് ഫൈനലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ അസറ്റ് ഒക്കെ യൂസ് ചെയ്ത ഒരു സെറ്റിൽമെന്റ് നടത്തുന്നത്. ഓക്കെ, സോ CEBDA. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ഓർഡറിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് വളരെ ഈസിലി നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താമായിരുന്നു. എനിവേ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving to question number 11. Again, which of the following may be the reason for material usage variance? So, material usage variance നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ തന്നെയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയും നാളും നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലംസ് ആയിരുന്നു. ഓക്കെ, പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഈ ഒരു എക്സാമിനും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെറ്റീരിയൽ വേരിയൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഷിഫ്റ്റിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ടാകുന്നു, റീസൺസ് ബിഹൈൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. സോ നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ എ, നെഗ്ലിജൻസ് ഇൻ യൂസ് ഓഫ് മെറ്റീരിയൽ. യെസ്, അത് ഉറപ്പായിട്ടും യൂസേജ് വേരിയൻസിന് കാരണമാകും. സോ എ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്ഷനിൽ വരണം. വാട്ട് അബൌട്ട് ബി, ചേഞ്ചസ് ഇൻ ബേസിക് പ്രൈസസ് ഓഫ് മെറ്റീരിയൽ. പ്രൈസിൽ വ്യത്യാസം വന്നാൽ അത് യൂസേജിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ ബി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ എ വേണം, എ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം, ബി വേണ്ട. സോ അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, എനിവേ പുവർ ഓർ ഇംപ്രോപ്പർ മെഷീൻ ഹാൻഡ്ലിംഗ്. സോ നല്ല രീതിയിലല്ല നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെറ്റീരിയൽ വേസ്റ്റ് ആക്കി പോകാനുള്ള സാധ്യതകളുണ്ട്. വേസ്റ്റേജ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്, ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ റിക്വയറിംഗ് യൂസേജ് ഡിഫറെൻറ്റ് ഫ്രം ദ സ്റ്റാൻഡേർഡ്. സോ ആക്ച്വലി നിങ്ങൾക്ക് ഈ സി എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്യാന്നാണ് ACDE. സോ കറക്റ്റ് ആൻസർ ചെയ്ത് വരും, വിച്ച് ഇസ് ഓപ്ഷൻ സി. Moving to another question, the examination of documentary evidence in support of transaction contained in the book of accounts is termed as which one of the following? So again, auditingil ninnu valare direct aayittulla question aanu. Endana nammal documentary evidence aayittu nammal kanakakkunnathu, which is vouchers alle. appo ini endannaanu nammal parayunnathu, vouching. So correct answer is B. Valare direct question aayirunnu. Moving to another question, question number 30. So 13th question actually ചോദിച്ചിരിക്കുന്ന ബിസിനസ് ഫിനാൻസിൽ നിന്നാണ്. Rearrange the steps followed in evaluating an investment proposal using NPV method. So നോക്കിക്കേ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യാനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് NPV പ്രോസസ്, NPV എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ് അല്ലേ. നമ്മൾ ആദ്യം തന്നെ ഡ്രോപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് കണ്ടതാണ്. സോ അഗെയിൻ ആ ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം. കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്, ഐഡന്റിഫൈ ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്, ഫോർകാസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, റാങ്ക് ദ പ്രൊജക്ട് ആസ് പെർ NPV, കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസന്റ് വാല്യൂ. സോ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ സിയിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ അവർ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്തിരുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ്. നമുക്ക് ഒരു ഓപ്ഷനൊക്കെ അറിയാമെങ്കിൽ പലതും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ,
സോ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്തു, അതിനുശേഷം ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലേ? യെസ്. സോ CB എന്ന് വരും. അതിനുശേഷമോ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റാങ്ക് ചെയ്യണം. കറക്റ്റ് അല്ലേ? സോ CBAED. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് എങ്കിൽ ഇവിടെ നമ്മളോട് ലീസസിന്റെ ടൈപ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2-ൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. സോ സോഴ്സ് ഓഫ് ഫിനാൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈപ്സ് ലിവറേജ് ലീസ്, ഡയറക്റ്റ് ലീസ്, വെറ്റ് ലീസ്, അപ്ഡേറ്റ് ലീസ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ലിവറേജ്ഡ് ലീസ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ലീസിങ് എഗ്രിമെന്റ്സിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ലീസിങ് കമ്പനി അവരുടെ അസറ്റ് ഫിനാൻസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് കളക്ട് ചെയ്തിട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സ്ട്രാ ഒരു വ്യക്തി കൂടിയുണ്ട് അല്ലെ, ലെസ്സറും ലെസ്സിയും അല്ലാതെ ഒരാൾ കൂടിയുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? വിച്ച് ഇസ് ഓപ്ഷൻ 4. ഇൻവോൾവ്സ് ലെസ്സർ, ലീസസ് ആൻഡ് ഫിനാൻഷ്യൽ. ലെസ്സർ പ്രൊവൈഡ്സ് equity and major amount is provided by the financier as loan. Yes. So A നമുക്ക് 4ഉമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ A4 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? A4 ഉള്ള 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആക്ച്വലി എന്താണ്? A4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മറ്റുള്ളതിലേക്ക് വരാം. ഡയറക്റ്റ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് ഡയറക്റ്റ് ലീസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഓപ്പറേറ്റിംഗ് ലീസ് അല്ലെങ്കിൽ ഫിനാൻസിങ് ലീസിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഡയറക്റ്റ് ലീസ് എന്ന് പറയും. ഡയറക്ട്ലി അവരിലേക്ക് നമ്മൾ ലീസിങ്ങിന് കൊടുക്കുന്നു. മിക്സ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻസ് ലീസ് ഓൺ ഫുൾ പേ ഔട്ട് ബേസിസ് ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ദ പർച്ചേസ് ഓപ്ഷൻ ടു ലീസ്. അവർക്ക് ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ലീസിന് ശേഷം അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള. സോ B1. യെസ്. സോ നമുക്ക് A4 എന്ന് കിട്ടി, B1 എന്ന് കിട്ടി. സോ ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കാം. വെറ്റ് ലീസ്. വെറ്റ് ലീസ്, ഡ്രൈ ലീസ്, ഇതൊക്കെ നമ്മൾ ആക്ച്വലി എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. സോ നമുക്കതിനെ സീനെ നമുക്ക് 2 ആയിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് അപ്ഡേറ്റ് ലീസ്. അപ്ഡേറ്റ് ലീസ് എന്താണ്? വിച്ച് ഇസ് ലീസസ് വിച്ച് ഇസ് അഗെയിൻസ്റ്റ് റേറ്റ് ഓഫ് ഒബ്സോളസൻസ്. സോ നമുക്ക് D3യുമായിട്ട് മാച്ച് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ B. A4, B1, C2, D3 അല്ലേ? A4, B1, C2, D3. Moving to another question. So which of the following assumptions form the basis of hypothesis in stating irrelevance of capital structure regarding weighted average cost of capital remains constant? സോ നിങ്ങളോട് എപ്പോഴും ഏതൊരു തിയറി പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറയാറുള്ളതാണ്. സോ ഇത്തവണ അവർ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഹൈപ്പോത്തിസിസുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇറലെവൻസ് അപ്രോച്ച് ആണ് കേട്ടോ. സോ ഇറലെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് ഇൻക്ലൂഡ് ചെയ്തതാണോ ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഹൈപ്പോത്തിസിസ് ആണ് ഇറലെവൻസ് തിയറി. സോ കമ്മിങ് ടു ഓപ്ഷൻസ്: പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഹെറ്ററോജീനിയസ് റിസ്ക് ക്ലാസ്, ആബ്സെൻസ് ഓഫ് ടാക്സസ്, full dividend payout, then same expectation of firm's EBIT with which to evaluate the value of the firm. Okay. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്കറിയാം പെർഫെക്റ്റ് മാർക്കറ്റ് അല്ലെ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പായിട്ടും അസംഷനിൽ പറയാറുണ്ട്. സോ A തീർച്ചയായിട്ടും വരണം. സോ A ഓപ്ഷൻ ബിയിലും സിയിലും ഡിയിലും ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ എ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം ഓപ്ഷൻ എയിൽ എ എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞിട്ടില്ല. ദെൻ ഹെട്രോജീനിയസ് റിസ്ക് ക്ലാസ് ആണോ? ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്, അല്ല ഹോമോജീനിയസ് ആണ്. സോ ബി വരാനായിട്ട് പാടില്ല, എ ഉണ്ടാവണം, ബി വരാനായിട്ട് പാടില്ല. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കും. ഈവൻ ദോ ആബ്സെൻസ് ഓഫ് ടാക്സ്, യെസ്, നമ്മൾ ടാക്സിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ ഫുൾ ഡിവിഡൻഡ് പേ ഔട്ട്, യെസ്, നമ്മൾ കിട്ടുന്ന എമൗണ്ട് ഫുള്ളായിട്ടും ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് എക്സ്പെക്ടേഷൻ, ഒരു ഫേമിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതും സിമിലർ ആണെന്നാണ് പറയുന്നത്. സോ ഇയും തീർച്ചയായിട്ടും വരണം. സോ എക്സെപ്റ്റ് ബി, ബാക്കി എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരിക്കണം, എ, സി, ഡി, ഇ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, which of the following affect the pricing of a currency option? So option pricingുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ കറൻസി ഓപ്ഷൻസിന്റെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരിക്കും? സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും. വാട്ട് അബൌട്ട്
എക്സൈസ് റേറ്റും അഫക്റ്റ് ചെയ്യും. വാട്ട് അബൌട്ട് ഫോറിൻ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ? ഉറപ്പായിട്ടും റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. സോ കറൻസി ഓപ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ സോ എ വരും, ബി വരും, സി വരും അല്ലേ. സോ വാട്ട് അബൌട്ട് ഡൊമസ്റ്റിക് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ്? ഡൊമസ്റ്റിക് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എക്സ്പെറേഷൻ ടൈം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഡി ഒഴികെയുള്ള എല്ലാ പോയിന്റും വരണം, എ ബി സി ഇ, which is the correct answer, option C. 17th question, which one of the following is a method of converting a non-productive inactive asset, that is receivable, into a productive asset, that is to cash, by selling receivables to a company that specializes in their collection administration? So വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രോസസ്സിനെ എന്താ വിളിക്കുന്നതെന്നാണ്, അതായത് നമ്മുടെ ബിസിനസ്സിലുള്ള നമുക്കുണ്ടാകുന്ന ഡെറ്റേഴ്സുകൾ അല്ലേ, നമുക്ക് അല്ലെങ്കിൽ ക്യാഷ് തരാനുള്ള വ്യക്തികൾ, അവരെ കൺവേർട്ട് ചെയ്ത് ക്യാഷിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? വളരെ ഡയറക്റ്റ് ആണ്, വിച്ച് ഇസ് ഫാക്ടറിങ് അല്ലേ. അങ്ങനെ ചെയ്യുന്നവയെ നമ്മൾ ഫാക്ടർ എന്ന് വിളിക്കും. ആൻഡ് അവരാണ് ഈ പറയുന്ന പോലെ നമ്മുടെ റിസീവബിൾസിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, വിച്ച് ഇസ് ഓപ്ഷൻ ഡി. In comparison to domestic equity investment, foreign equity investment would be preferred if it offers in which of the following situation? Okay, so നമ്മൾ ഡൊമസ്റ്റിക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്? ഏതിന്? ഇൻ കമ്പാരിസൺ ടു ഡൊമസ്റ്റിക്, ഫോറിന് നമ്മൾ എപ്പോഴാണ് പ്രാധാന്യം കൊടുക്കുക? ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ എപ്പോഴായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ഹയർ ഡിവിഡൻഡ് yield ആൻഡ് ഹയർ റേറ്റ് ഓഫ് capital appreciation, or lower dividend yield and lower rate of capital appreciation, higher dividend yield and lower rate of capital appreciation, lower dividend yield and higher rate of capital appreciation. So ഇതിന്റെ correct answer വരുന്നത് which is option B. Question number 19, which of the following customers are risk averse, technology, shy and price sensitive? ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഡിഫ്യൂഷൻ ഇന്നോവേഷൻ തിയറിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫ്യൂഷൻ ഇന്നോവേഷൻ തിയറി അറിയാമെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാകും ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആരാണ് ഈ പറയുന്ന കുറച്ച് റിസ്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രൈസിനെ കുറിച്ച് വളരെ സെൻസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നവർ? ഏർലി അഡോപ്റ്റേഴ്സ് ആണോ, ഏർലി മെജോറിറ്റി ആണോ, ലേറ്റ് മെജോറിറ്റി ആണോ, ലഗാർഡ്സ് ആണോ? ഏർലി അഡോപ്റ്റേഴ്സും മെജോറിറ്റീസും അവർ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങളെ അല്ലെങ്കിൽ വരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ് അല്ലേ. കുറച്ചുകൂടി ലേറ്റ് ആയിട്ട്, കുറച്ചുകൂടി താമസിച്ച് ഇത് ചെയ്യുന്ന വ്യക്തി ആരാണ്? ലേറ്റ് മെജോറിറ്റി ആണ്. സോ സി ആയിരിക്കും തീർച്ചയായിട്ടും വരേണ്ടുന്നത്, ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20, നമ്മുടെ ലിസ്റ്റ് 1ൽ നമുക്ക് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ പല സ്റ്റേജസ് തന്നിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഏതാണെന്നുള്ളതാണ് ലിസ്റ്റ് 2ൽ തന്നിരിക്കുന്നത്. സോ നമ്മളിത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യണം. സോ ഇൻട്രൊഡക്ഷൻ, മച്യൂരിറ്റി, ഗ്രോത്ത്, ഡിക്ലൈൻ. സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം? തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് എന്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റിനെ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. സോ യു ഷുഡ് ബിൽഡ് പ്രൊഡക്റ്റ് അവയർനെസ് ആൻഡ് ട്രയൽ എമംഗ് ഡീലേഴ്സ്. സോ എ നമുക്ക് 4ഉമായിട്ട് മാച്ച് ചെയ്യാം. A4 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എയും ബിയും. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഓപ്ഷൻസിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇൻട്രൊഡക്ഷന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മച്യൂരിറ്റിയെ കുറിച്ചിട്ടാണ്. മച്യൂരിറ്റി സ്റ്റേജിൽ എന്താണ്, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മുടെ ബ്രാൻഡിൻ്റെ ഡിഫറൻസ്, മറ്റൊരു കമ്പനിയുമായിട്ട് നമ്മുടെ ബ്രാൻഡ് എത്ര ഡിഫറൻഷ്യേറ്റഡ് ആണ്, നമ്മുടെ പ്രാധാന്യം എന്താണ് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളെയാണ് അവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ടത്. സോ 1 ആണ് നമുക്ക് മച്യൂരിറ്റി സ്റ്റേജിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. വാട്ട് അബൌട്ട് ഗ്രോത്ത്? ഗ്രോത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിൽഡ് അവെയർനെസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ മാസ് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി ഡിക്ലൈൻ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റിഡ്യൂസ് ടു മിനിമം ലെവൽ നീഡഡ് ടു റീറ്റെയിൻ. നമ്മുടെ കസ്റ്റമേഴ്സിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തന്നെ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് എങ്ങനെ വരും? which is A4, B1, C2, D3. Correct answer is option B. So moving to another question number 21. Arrange the following stages in successive order of new product development process. So ഇത് മാർക്കറ്റിംഗിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിന് മുമ്പും ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യാൻ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളതുമാണ്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കുക, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓപ്ഷൻസിലേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലായിരിക്കും?
ഐഡിയ സ്ക്രീനിങ്ങിലായിരിക്കും അല്ലേ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സി. ഐഡിയ സ്ക്രീനിങ്ങിന് ശേഷമോ നമ്മളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. സോ സി എ, ദെൻ മാർക്കറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, ദെൻ വിൽ കം വിത്ത് ബി, ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റും ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് വരിക. സോ സിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇയിൽ എൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഇസ് ഓപ്ഷൻ ബി. Moving to another question, again marketing നിന്നുള്ള question ആണ്. Which of the following is not coordinated in the horizontal integration of integrated marketing communication? Integrated marketing communication എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പല രീതികളുണ്ട് അല്ലേ. സോ ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഉൾപ്പെടില്ലാത്തത് ഏതാണെന്നാണ്. പാക്കേജിങ് ഉറപ്പായിട്ടും വരും. കസ്റ്റമർ സർവീസ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഭാഗമാണോ? അല്ല. സെയിൽസ് പ്രൊമോഷനും ഡിസ്ട്രിബ്യൂഷനും വരും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 23. Which of the following products would require intensive modification in the international arena? Okay. സോ ഏതിനാണ് ഒരു ഇന്റർനാഷണലി പോകുമ്പോൾ നമ്മൾ ധാരാളം മോഡിഫൈ ചെയ്യേണ്ടത്? ടെന്നീസ് റാക്കറ്റ്, കോസ്മെറ്റിക്സ്, നോട്ട്ബുക്ക്, കമ്പ്യൂട്ടർ, ക്യാമറ. തീർച്ചയായിട്ടും കോസ്മെറ്റിക്സ് ആണ്. അതിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ. യെസ്. സോ കറക്റ്റ് ആൻസർ ഇസ് ബി. Next question number 24. Arrange the following pricing strategies and other practices as per life cycle of a new product which has no close substitutes or no close if there is no close substitutes are available for that particular product. സോ എങ്ങനെയായിരിക്കും അതിൻ്റെ ലൈഫ് പ്രോസസ് സൈക്കിൾ പോവുക? മറ്റൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്, ഒരു പുതിയ പ്രൊഡക്റ്റാണ്. സോ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ പോവുക? സോ നമ്മളൊരു പ്രൈസ് ഒക്കെ ആദ്യം ഫിക്സ് ചെയ്യണം അല്ലേ. സോ വിൽ സ്റ്റാർട്ട് വിത്ത്, നമുക്കറിയാം ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്നുകിൽ സ്കിമ്മിങ് പ്രൈസിങ് അല്ലെങ്കിൽ പെനട്രേഷൻ പ്രൈസിങ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇതൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും സ്കിമ്മിങ് പ്രൈസിൽ അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ. അത് സ്റ്റാർട്ട് വിത്ത് ഡി. ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡി, എ, ബി. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ വരിക ഇയും സിയിലുമാണ്. ഇ ആണോ ആദ്യം വരേണ്ടത്, സി ആണോ ആദ്യം വരേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ എയും ഡിയും നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ആദ്യം ഏതായാലും സ്കിമ്മിങ് പ്രൈസിങ് വരികയാണ്. അതിനുശേഷം എന്തായിരിക്കും വരിക? ഗ്രാജുവൽ റൈസ് ഇൻ പ്രൈസ് ആയിരിക്കും. ദെൻ പ്രൊഡക്റ്റിൽ വരുന്ന ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ആൻഡ് ദെൻ വി വിൽ ഗോ വിത്ത് ഗ്രാജുവൽ റിഡക്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പ്രൈസ് കുറയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിൽസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ലാർജ് പ്രൈസ് കട്ട്സുകൾ നടത്തും എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഡി ആൻഡ് എൻഡ് വിത്ത് ഇ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question number 25. Which one of the following is an example of hybrid service offering? Hybrid service offering ന് നമുക്കിവിടെ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? കൺസൾട്ടിംഗ് ആണോ, മസാജ് ആണോ, റെസ്റ്റോറൻറ്റ് മീൽ ആണോ, കാർ വിത്ത് എ വാറണ്ടി ആണോ? നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും, which is restaurant meal. Again, മാർക്കറ്റിംഗിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻപുട്സ് ആർ കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് ഇക്കണോമിക് വാല്യൂ ടു കസ്റ്റമർ പ്രൈസിങ്? നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബയേഴ്സ് ഇമേജ് ഓഫ് പ്രൊഡക്റ്റ് പെർഫോമൻസ് തീർച്ചയായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. അവർക്ക് അതിനോടുള്ളൊരു പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ വാറണ്ടി ഉറപ്പായിട്ടും വരണം. ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് വാട്ട് അബൌട്ട് കസ്റ്റമർ ഡിമാൻഡ്? കസ്റ്റമർ ഡിമാൻഡും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ നോക്കണം, കാരണം നമ്മൾ കസ്റ്റമർ പ്രൈസിങ് ആണ് ചെയ്യുന്നത് അല്ലേ. സോ എ, ബി, ഇ. യെസ്, വിച്ച് ഇസ് ഓപ്ഷൻ എ. Moving to question number 27. Which of the following variables are considered relevant in behavioral segmentation of consumers? So നമ്മൾ STP എന്ന് പറയുന്ന ഒരു മേജർ പ്രോസസ്സ് മാർക്കറ്റിംഗിൽ പഠിക്കാറുണ്ട് അല്ലേ. സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്. സോ അതിൽ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ നടത്തുന്നതിന് പല പല ബേസിസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ്റെ ഭാഗമാണോ? അല്ല. വാട്ട് അബൌട്ട് യൂസർ സ്റ്റാറ്റസ്? യൂസർ സ്റ്റാറ്റസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒക്കേഷൻസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ലോയൽറ്റി സ്റ്റാറ്റസ് ഉണ്ട്. സോ എക്സെപ്റ്റ് എ, ബി, സി, ഡി, ഇ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ആൻഡ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ C. Moving to another question. Arrange the following steps in a proper sequence to develop successful market offering. Again, നമ്മളോട് സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്.
സോ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ദ സ്പെസിഫൈസ് ഓഫ് ദ മാർക്കറ്റ് ഓഫറിംഗ്, then monitoring goal progress, the ultimate criterion for success, the logistics of creating the offering, the value created in the ടാർജറ്റ് മാർക്കറ്റ്. സോ തന്നിൽ നമുക്ക് ശരിക്കും നമ്മൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ്. ദ അൾട്ടിമേറ്റ് ക്രൈറ്റീരിയൻ ഫോർ സക്സസ്. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സി. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഓൺലി 2 ഓപ്ഷൻസ്, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി. ഓക്കെ, നമ്മൾ വീണ്ടും ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരികയാണ്. സിക്ക് ശേഷം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇറ്റ്സ് അബൌട്ട് ദ വാല്യൂ ക്രിയേറ്റഡ് ഇൻ ദ ടാർജറ്റഡ് മാർക്കറ്റ്. സോ സി ഇ വരും. ദെൻ വി വിൽ ഗോ വിത്ത് ദ സ്പെസിഫൈസ് or specifics of a market offerings. Okay, so then we'll come with A. Then we'll go with the logistic of creating the offering. Okay, and finally we will come with monitoring goal progress. Last ആണ് നമ്മൾ ഇത് മോണിറ്റർ ചെയ്യുന്നത് അല്ലേ. സോ സിയിൽ സ്റ്റാർട്ട് ചെയ്യണം, അത് ബിയിൽ എൻഡ് ചെയ്യണം. ഓക്കെ, we'll have only one option, that is option D. അനദർ ക്വസ്റ്റ്യൻ, നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സുകളാണ് തന്നിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ്, മാർക്കറ്റിംഗിൽ നിന്ന് തന്നെയുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആർ സെറ്റ് ഓഫ് ഇന്റർഡിപെൻഡന്റ് ഓർഗനൈസേഷൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പ്രോഡക്റ്റ് അവൈലബിൾ ഫോർ കൺസപ്ഷൻ. ഓക്കെ, സോ ഇസ് ദറ്റ് കറക്റ്റ്? നമ്മൾ ആ ഒരു കൺസപ്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രോസസ്സ് മാത്രമാണോ? And what about statement 2? All marketing channels have potential for conflict and competition resulting from goal incompatibility. So, 2 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. So, I think we'll go with option B. Statement 1 and 2 are false. അനദർ ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മളോട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മാനേജ്മെന്റ് സ്റ്റൈലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 2 അപ്രോച്ചസും. സോ ഇത് ആക്ച്വലി HRMൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ എ ടാസ്ക് മാനേജ്മെന്റ്, ബി കൺട്രി ക്ലബ് മാനേജ്മെന്റ്, സി ഇംപവറിഷ്ഡ് മാനേജ്മെന്റ് ആൻഡ് ഡി ടീം മാനേജ്മെന്റ്. ലിസ്റ്റ് 2ലേക്ക് വരികയാണെങ്കിൽ ലവ് കോൺകേഴ്സ് ഓൾ അപ്രോച്ച്, 1+1 can add up to 3 അപ്രോച്ച്, authority obedience approach, speak no evil, hear no evil, see no evil approach. So നമ്മളിത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ എ നമുക്ക് ശരിക്കും ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ടാസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മളവിടെ പ്രാധാന്യം അതോറിറ്റിക്കാണ് കൊടുക്കുന്നത്. സോ വിൽ ഗോ വിത്ത് A3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? വിൽ ഹാവ് 2 ഓപ്ഷൻസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ കൺട്രി ക്ലബ്ബ് മാനേജ്മെന്റ്. കൺട്രി ക്ലബ് മാനേജ്മെന്റിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സോ ഇറ്റ്സ് അബൌട്ട് നമ്മൾ വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ലവ് കോൺക്വേഴ്സ് ഓൾ അപ്രോച്ച്. സോ A3B1 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റ് ആൻസറിലേക്ക് വരാം. സ്റ്റിൽ വിൽ ഗോ ദ സി ഇംപവറിഷ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്ക് നോ എവിൾ, ഹിയർ നോ എവിൾ, സി നോ എവിൾ അപ്രോച്ച്. ആൻഡ് ഫൈനലി ടീം മാനേജ്മെന്റ്, ടീം അല്ലെ, ഒരു ടീമിനെ കുറിച്ചാണ് പറയുന്നത്. സോ 1+1 can add up to 3 അപ്രോച്ച് അല്ലെ, പലരും ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. Moving to question number 31, which of the following statements are true in case of delegation of authority? So, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശരിയാണ് എന്ന് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇവിടെയും ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇറ്റ് സ്ലോസ് ഡൗൺ ഡിസിഷൻ മേക്കിംഗ് ആണോ? ഡെലിഗേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഡിസിഷൻ മേക്കിംഗ് വീണ്ടും വൈകത്തില്ല. സോ എ ഉറപ്പായിട്ടും ഓപ്ഷനിൽ വരാൻ പാടില്ല. ഇറ്റ് ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻ ഓഫ് കോഴ്സ്. ബി തീർച്ചയായിട്ടും വരും. ഇറ്റ് റിലീവ്സ് ദ മാനേജർ ഓഫ് ഹിസ് ഹെവി വർക്ക് ലോഡ്. സീരിയസ്ലി അതും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. അവരുടെ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. ഡി ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിലൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകണമെന്നുണ്ടോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല, അതും ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് ടു ട്രെയിൻ സബോർഡിനേറ്റ്. യെസ്, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ സബോർഡിനേറ്റ്സിന് ഒരു അതോറിറ്റീസ് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. സോ ദാറ്റ്സ് എ ഫോർമാറ്റ് ഓഫ് ട്രെയിനിങ്. സോ യെസ്, സോ നമുക്ക് എ വരാനായിട്ട് പാടില്ല, ബി വരണം, സി വരണം ആൻഡ് ഇ വരണം. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving to another question, through which one of the following influences of workers' participation in management regarding safety and welfare and work-related issues are
റിസോൾവ്ഡ്. സോ ഇത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ നമുക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യുന്നത് ഇതിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ടേം പറയുന്നത് വിച്ച് ഇസ് കോ ഡിറ്റർമിനേഷൻ എന്ന് പറയും. കോ ഡിറ്റർമിനേഷൻ. സോ 32 കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question number 33. Which one of the following test measure applicants' capacity to learn skill required for a job? അപ്പോൾ ഒരാൾക്ക് ഒരു ജോലിക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അയാളുടെ സ്കില്ലിനെ നമ്മൾ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ ഏത് ടെസ്റ്റ് ആണെന്നുള്ളതാണ്. എഗെയിൻ HRM-ൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ ആക്ച്വലി ഒരാൾ ഈ ഒരു ജോലിക്ക് കേപ്പബിൾ ആണോ നോക്കാൻ അറിയുന്നത്? വിച്ച് ഇസ് അപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലേ? 33യുടെ ആൻസർ ഓപ്ഷൻ എ. Question number 34. Arrange the time spent in administration in the increasing order by the following personnel. So, arrange the time spent in administration. അപ്പോൾ നമ്മൾ ആ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ വേണം അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് മാനേജർ, പ്രസിഡന്റ്, ഫോർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ജനറൽ മാനേജർ. സോ എങ്ങനെ വരും ഓപ്ഷൻ? ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നയാൾ ഏറ്റവും കുറച്ച് അഡ്മിനിസ്ട്രേഷനിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എഴുതുന്നയാൾ വേണം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഏറ്റവും കുറച്ച് സ്പെൻഡ് ചെയ്യുന്ന ഉറപ്പായിട്ടും ആരായിരിക്കും? ഫോർമാൻ ആയിരിക്കും. വിൽ സ്റ്റാർട്ട് വിത്ത് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഡിസ്കസ് ചെയ്യാം. സി, ദെൻ എ വർക്ക് മാനേജർ വരും. ആൻഡ് അതിനുശേഷം നമുക്ക് ജനറൽ മാനേജറിനെ പറയാം. നോക്കി, CAE correct ആണ്. Then we'll go with president and finally board of directors. Okay, so correct answer is option A. Moving to question number 35. Which of the following common difficulties are faced in making decisions and implementing? അപ്പോൾ നമ്മളൊരു ഡിസിഷൻസ് കൊണ്ടുവരുവാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും നമ്മൾ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഏതൊക്കെയാണെന്നാണ്. ഇത് കുറച്ചുകൂടിയൊക്കെ ജനറൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് HRM-ൽ നിന്ന് തന്നെയാണ്. ആൻഡ് നോൺ ആക്ഷനബിൾ ഇൻഫർമേഷൻ, യെസ്, നമുക്കത് ഡിസിഷനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കുവാണ്. വാട്ട് അബൌട്ട് അൺസപ്പോർട്ടിങ് എൻവയോൺമെൻറ്റ് അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തൊരു എൻവയോൺമെൻറ്റിൽ നമുക്ക് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് അത് ഡിഫിക്കൽട്ടാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. സോ എയും ബിയും വരും. ഈസി അക്സെപ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഡിഫിക്കൽട്ടി ഇല്ലല്ലോ. സോ സി വരാനായിട്ട് പാടില്ല. ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ല എങ്കിൽ അവിടെയും ഉറപ്പായിട്ടും നമുക്ക് ഡിസിഷൻസ് എടുക്കുവാനായിട്ടൊരു ഡിഫിക്കൽട്ടി വരും. ആൻഡ് ഇൻകറക്റ്റ് ടൈമിംഗ് ആണെങ്കിലും വരും. സോ എ വരണം, ബി വരണം, ഡി വരണം, ഇ വരണം. എ, ബി, ഡി. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Next question. Which one of the following is a determinant of organizational climate or culture? ഓർഗനൈസേഷണൽ ക്ലൈമറ്റിനെയോ അല്ലെങ്കിൽ കൾച്ചറിനെയോ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിൽ എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ലീഡർഷിപ്പ് സ്റ്റൈലാണ്. നമുക്കതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരത്തുള്ളൂ. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. അഗെയിൻ HRM-ൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഇൻ കേസ് ഓഫ് പ്രൊഡക്റ്റ് ബേസ്ഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ? സോ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളെ തിരിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലാത്ത സിറ്റുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. It leads to continuous and undivided attention to the product, requires less number of managerial personnel to be employed. It enables top management to compare the performance of different products. It motivates departmental head to improve his performance. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അഡ്വാൻറ്റേജ് അല്ലാത്തതാണ് അല്ലേ? സോ ശരിക്കും പറഞ്ഞാൽ require less number of managerial personnel to be employed ആണോ? അല്ല, അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണോ പറയുന്നത്? അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ നമുക്കിവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷനിലേക്ക് വരുമ്പോൾ വിച്ച് വിൽ ബി ഓപ്ഷൻ ബി. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഓക്കെ, അതിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസേർഷൻ റീസണിങ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അസേർഷനിലേക്ക് വരികയാണെങ്കിൽ, ലീൻ ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റെഫ്യൂസ് ടു ഡെലിവർ ദം ടു ദ ബയർ until the price due in respect of them is paid or tendered. ലീൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. യെസ്, ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടേണ്ട പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കത് തിരിച്ച് നമ്മുടെ പൊസിഷനിൽ തന്നെ പിടിച്ചു വെക്കാനുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ അസെഷൻ തീർച്ചയായിട്ടും ശരിയാണ്. Then what about reason? An unpaid seller is in possession of goods sold is entitled to excise his own lien on the goods where the goods have been sold out without any stipulation. So
both these statements are correct and they are actually explaining also. So you can say that option A, that is both A and R are correct and R is the correct explanation of A. Moving to next question, which one of the following does not fall in the ambit of objectives of Competition Act 2002 in India? Again, ലോയിൽ നിന്ന് തന്നെയാണ് കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവിൽ വരില്ലാത്തത് എന്താണെന്നുള്ളതാണ്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളോട് പലപ്പോഴായിട്ട് ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതുമാണ്. ഓക്കെ, സോ കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. Prevent abuse of dominant position. Yes, that is also correct. Prevent monopolistic rights arising out of intellectual property. Intellectual property നമ്മൾ കോമ്പറ്റീഷൻ ആക്ടിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. സോ സി തീർച്ചയായിട്ടും വരില്ല. റെഗുലേറ്റ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അതും വരും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, so moving to question number 40, which one among the following is not a privilege or right of a holder in due course under Negotiable Instrument Act? സോ അഗെയിൻ ലോയിൽ നിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ചോദിക്കുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അതായത് പിന്നീട് ഹോൾഡർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അയാൾക്ക് കിട്ടില്ലാത്ത ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ റൈറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. So, estoppel against denying signature of capacity of prior party, estoppel against denying original validity of the instrument, estoppel against denying capacity of the payee to endorsee, estoppel against denying the genuineness of validity or a payee's endorsement. ഏതാണ് correct answer? Which is option D. Moving to another question, again നമ്മളോട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ലോയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ ബാങ്കർ. ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും അത് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും ശരിയാണെന്ന് പറയാം അല്ലെ. ചെക്ക് എപ്പോഴും ഡ്രോ ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ബാങ്കറാണ്. എ ചെക്ക് റിക്വസ്റ്റ് ദ അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി. ആവശ്യമില്ല. സോ ബി തെറ്റാണ്. ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ഡ്രോൺ പേയബിൾ ടു ബെയറർ ഓൺ ഡിമാൻഡ്. തെറ്റാണ്. എ പ്രോമിസറി നോട്ട് കണ്ടെയ്നിങ് എ കണ്ടീഷണൽ ഓർഡർ അല്ല, അൺകണ്ടീഷണൽ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി. ബാക്കി എല്ലാം തന്നെ ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് ആർ അഡ്രസ്ഡ് ബൈ IT ആക്ട്? ഇതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്, ഇതിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം IT ആക്ടിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് തീർച്ചയായിട്ടും വരും. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ഒന്നും നമ്മൾ IT ആക്ടിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് ഒഫൻസസ് ആൻഡ് കോൺട്രവെൻഷൻസ്? ഒഫൻസസും കോൺട്രവെൻഷൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റുകളൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റിസ് ഡിസ്പെൻഷൻ സിസ്റ്റം ഫോർ സൈബർ ക്രൈംസ്. യെസ്, സൈബർ ക്രൈംസ് നമ്മൾ ഇവിടെയാണ് ഡീൽ ചെയ്യുന്നത്. സോ എ വരും, സി വരും, ഇ വരും. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ, നമുക്കിവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ലിസ്റ്റ് 1 പല മോഡ് ഓഫ് ഡെലിവറി ആണ് തന്നിരിക്കുന്നത് ആൻഡ് ലിസ്റ്റ് 2 അതിൻ്റെ എക്സ്പ്ലനേഷനും. ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി, സിംബോളിക് ഡെലിവറി ആൻഡ് ഡെലിവറിയുടെ മീനിങ്ങുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, ദറ്റ് ഇസ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി നമുക്കിവിടെ എന്തുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും? ആക്ച്വൽ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ആ ഒരു പൊസിഷൻ സെല്ലറിൽ നിന്നും ബയറിലേക്ക് പോയിട്ടുണ്ട് അല്ലെ, ഫിസിക്കലി അത് മാറിയിട്ടുണ്ട്. സോ A2, ഫിസിക്കൽ ഹാൻഡിങ് ഓവർ ഓഫ് ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ബൈ ദ സെല്ലർ ടു ദ ബയർ. സോ A2 പറയാം. A2 പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് അപ്പോൾ തന്നെ വരാനായിട്ട് സാധിക്കും. വാട്ട് അബൌട്ട് കൺസ്ട്രക്റ്റീവ് ഡെലിവറി? കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അല്ലെ, ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. യെസ്, സോ അക്നോളജ്മെന്റ് ബൈ എ തേർഡ് പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ ബയർ. ആൻഡ് വാട്ട് അബൌട്ട് സി? സി നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഒരു സിംബോളിക് ഡെലിവറിയാണ്. അതായത് ഈ വ്യക്തിക്ക് ഞാൻ ഡെലിവറി ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ മാത്രമേ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സെല്ലർ ഹാൻഡ്സ് ഓവർ ദ ബയർ ദ കീ ഓഫ് ദ ഗോ ഡൗൺ. ഓക്കെ, സോ കീ പ്രൊവൈഡ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് എ സിംബോളിക് ഡെലിവറി. ആൻഡ് ഫൈനലി ദ ഡെഫിനിഷൻ ഓഫ് ഡെലിവറി എന്നുകൊണ്ട് നമ്മൾ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് അബൌട്ട് ദ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം ദ സെല്ലർ ടു ബയർ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. Moving to another question, limited liability partnership may be wound up by which one of the following? Again, നമ്മളോട് LLP ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് and this is from legal aspects of business. അപ്പോൾ LLP പാർട്ണർഷിപ്പ്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് വൗണ്ട് അപ്പ് ചെയ്യേണ്ടി വരുന്നത്, വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ചോദ്യം. വോളണ്ടറിലി ആണോ,
ബൈ രജിസ്ട്രാർ ആണോ ഓർ ബൈ ദ ട്രിബ്യൂണൽ ആണോ. ഇറ്റ് ക്യാൻ ബി ഐദർ അവർക്ക് സ്വന്തമായിട്ടും ചെയ്യാം. ഇപ്പം എ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റല്ല, പക്ഷെ നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ബോത്ത് ദീസ് ഓപ്ഷൻ, ഐദർ വോളണ്ടറിലി ഓർ ബൈ ദ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ Companies Act 2013. Okay, so we'll go with option D. Okay, so the next question is actually from business economics. Which of the following statements are false regarding price and output determination under perfect competition? So ഇവിടെ നമ്മളോട് മാർക്കറ്റ് ഫോംസിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക്കലി ഇറ്റ് ഈസ് അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സോ നിങ്ങൾ ഇത്തവണ നമ്മുടെ കൊമേഴ്സിന് ചോദിച്ചിരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ധാരാളം ക്വസ്റ്റ്യൻസ് ഇക്കണോമിക്സിൽ മാർക്കറ്റ് ഫോംസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സോ സി ദറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫോൾസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ഷിഫ്റ്റ് 1-ലായിരുന്നു. ആൻഡ് അതിൽ നിങ്ങളോട് ചോദിച്ചിരുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഒരു ഷിഫ്റ്റിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. സോ 45 വരുമ്പോൾ എ ഫേം ഇസ് എ പ്രൈസ് ടേക്കർ, ശരിയാണ്. ഇൻ ദ ലോങ് റൺ എ ഫേം ഇസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ്സ് AR equals MR equals LAC equals LMC. സോ നമുക്ക് ബിയും ശരിയാണ് എന്ന് പറയാം. വാട്ട് അബൌട്ട് സി? A firm is in equilibrium in the short run only when AC equals AR equals MR equals MC, which is wrong. What about D? A firm reaches its shutdown point when prices go below its average variable cost. എന്താണ് D ശരിയാണോ? Dയും തെറ്റാണ്. Then a firm fixed the prices of its product when AR is equal to MR. So last 3 options incorrect ആണ്. So we'll go with C, D, E. Correct answer is option B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മളോട് മാർക്കറ്റ് ഫോംസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് റിലേറ്റഡ് ടു മോണോപോളി. ഓക്കെ, സോ ഇക്കണോമിക് ഐഡന്റിറ്റീസ് മെഷർ ദ ഡിഗ്രി ഓഫ് മോണോപോളി ഇൻ ആൻ ഇൻഡസ്ട്രി. സോ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഡിഗ്രി അളക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ സ്റ്റാക്കിൾബർഗ് മോഡൽ, concentration model, so that is of course it's a model which is used for measuring the degree of monopoly. So B തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരണം എന്നുള്ളതാണ്. ആൻഡ് ഡിഫ്യൂഷൻ ഇൻഡെക്സ് ഓഫ് കോഴ്സ് അല്ല, ഹെർഡിഫൻഡൽ ഇൻഡെക്സ് തീർച്ചയായിട്ടും അതെ, ആൻഡ് ഇലാസ്റ്റിസിറ്റി റെസിപ്രോക്കലും അതെ. സോ ഇറ്റ് ഈസ് ലൈക്ക് BDE. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D. Moving to another question, question number 47. Again നമ്മളോട് മാർക്കറ്റ് ഫോംസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ലിസ്റ്റ് 1 റവന്യൂ കർവിന്റെ ഷേപ്പിനെ കുറിച്ചും ലിസ്റ്റ് 2 അത് ഏത് മാർക്കറ്റ് ഫോംസിലാണ് എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കിങ്ഡ് ഡിമാൻഡ് കർവ്, കിങ്ഡ് റവന്യൂ കർവ് അല്ലേ, അത് വളരെ ഈസിയാണ്. കിങ്ഡ് എന്നുള്ള ഈ വേർഡ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു ഒളിഗോപോളി. സോ A3 അറിയാമെങ്കിൽ തന്നെ you can just reach the correct answer അല്ലേ. A3 എന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വിൽ കം വിത്ത് A3 ആൻഡ് വാട്ട് അബൌട്ട് B? ഇൻഫിനിറ്റ്ലി. സോ B4 നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? B we can actually match with the 2, B2. Indefinitely elastic straight line is related to perfect competition, and C is actually related to monopolistic competition, and finally last one, relatively high elastic, is related to monopoly. Okay, so the correct answer engane varum? A3, B2, C1 and D4.
Okay, so moving to the next question. Here we have question number 48. If the firms are competitive and profit maximizing, the demand curve for labor is determined by which one of the following? So, നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലേബർ ടൈം, ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഓഫ്സെറ്റിംഗ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ലേബറുമായിട്ട് കണക്ട് ചെയ്താണ് നമുക്ക് വേണ്ടത്. സോ കറക്റ്റ് ആൻസർ ചെയ്തേ വരുള്ളൂ. ഓപ്ഷൻ ബി, ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. Next question, which of the following statements regarding short-term theory of production and cost analysis are true? So, ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഇക്കണോമിക് റെന്റ് is same as economic profit. Yes, that is correct. Then what about B? Imputed cost is the rent of hired building, which is not correct. When AC equals MC, AC is its minimum. Correct aanu. What about D? When MC is rising, AC is greater than MC. Adu tettana. Output is optimum when AC equal to MC. That is also correct. So, shariyaya statement ACE. Okay. So, the correct answer for this question is option B. Moving to question number 50. Who among the following economists suggested the sales revenue maximization as an alternative objective of a business firm? Okay, so sales revenue maximization എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഡിറക്റ്റ്. റോത്സ്ചൈൽഡ് ഓർ സിയർട്ട് മാർഷ്, റോബിൻ മാരസ് ഓർ വില്യം ജെ ബൗമോൾ. ഇറ്റ് ഈസ് വില്യം ജെ ബൗമോൾ, ഓപ്ഷൻ ഡി. Question number 51, again economics-il ninnu thaneyulla oru question aanu. In the case of two production input, which of the following is not a property of isoquant, that is the production difference curve? Negative slope, concave to origin, non-intersecting and non-tangential, then upper isoquant represent higher level of output. ഏതാണ് correct? നമുക്കറിയാം concave ആണോ അതിൻ്റെ ഷേപ്പ് അല്ല, which is convex. So correct answer is option B. Question number 52. Which one of the following is not the assumption of consumer behavior based on a cardinal utility approach? So നിങ്ങളോട് ഇവിടെ assumption ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് assumption അല്ലാത്തത് എന്നുള്ളതാണ് question. So ഇത് actually consumer behaviorമായിട്ട് ബന്ധപ്പെട്ട question ആണ്. So maximization of satisfaction, yes. Utility cardinally measurable, correct ആണ്. Then diminishing marginal utility of money. Moneyയുടെ marginal utility കുറയുന്നുണ്ടോ? No. C is incorrect. Utility is addictive. നമുക്കത് add upon ചെയ്യാൻ സാധിക്കും. So correct answer for this question is option C. So moving to question number 53, which one of the following relationships regarding price elasticity coefficient with change in price and change in total revenue is incorrect? So തെറ്റായിട്ടുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എയിൽ പറയുന്നത് ഇലാസ്റ്റിസിറ്റി 0 ആണ് എങ്കിൽ ചേഞ്ച് ഇൻ പ്രൈസ് എങ്ങനെ വരും? ഇൻക്രീസ് ഡിവൈഡ് ബൈ ഡിക്രീസ്. ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ബൈ ഡിക്രീസ് വരും. ഈ ഗ്രേറ്റർ ദാൻ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസ് ബൈ ഡിക്രീസ്, ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ബൈ ഡിക്രീസ് വരും. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ പ്രൈസിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് വരും. ടോട്ടൽ റവന്യൂവിൽ ഇൻക്രീസ് ഓർ ലൈക്ക് ബൈ ഡിക്രീസ് വരാം. ഓക്കെ, ആൻഡ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻക്രീസ് ഡിക്രീസ് നോ ചേഞ്ച് വരാം. ആൻഡ് ഫൈനലി ഇലാസ്റ്റിസിറ്റി ഇസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസ് ഡിക്രീസ് തന്നെ വരാം എന്നുള്ളതാണ്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടെന്നുള്ളതാണ്. സോ എ ബി സി ഡി ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണ് ഓപ്ഷൻ എ, ഈക്വൽ ടു 0 ആണ് ഓപ്ഷൻ എ, ഗ്രേറ്റർ ദാൻ 1 ഓപ്ഷൻ ബി, ഈക്വൽ ടു 1 ഓപ്ഷൻ സി, ആൻഡ് ലെസ് ദാൻ 1 ഇസ് ഓപ്ഷൻ ഡി. സോ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മാർക്കറ്റ് ഫോംസിൽ നിന്ന് തന്നെയാണ്. Every perfectly competitive firm in the long run earns normal profit only. So normal profit മാത്രമേ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് റീസൺ നോക്കിക്കേ, മാർക്കറ്റ് പ്രൈസ് ഗെറ്റ്സ് ഫുള്ളി അഡ്ജസ്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻ ആൻഡ് ദ റിസൾട്ട് ആൻഡ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദ ഫേം ഇൻ ദ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സോ ആസ് ഓൺലി ദ നോർമൽ പ്രോഫിറ്റ് പെർസിസ്റ്റ്. സോ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. So you can see that both A and R are correct and R is the correct explanation of A. So the correct answer for this question is option A.
Moving to question number 55. So, ഇത് international businessൽ നിന്ന് business environment and international business എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. ലിസ്റ്റ് 1 പല ടൈപ്സ് ഓഫ് എഗ്രിമെന്റ്സ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നാമ, ഗാർഡ്സ്, ട്രിംസ്, ട്രിപ്സ് ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ മാച്ച് ചെയ്താൽ മതി. സോ വെൻ വി ഗോ വിത്ത് നാമ, നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? അതിനെ നമുക്ക് ആക്ച്വലി മാച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ടെക്സ്റ്റൈൽ, ജ്വല്ലറി പോലെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ എ നമുക്ക് 2 ആയിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് ബി? ഗാർഡ്സ് നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാം? ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് വാട്ട് അബൌട്ട് സി? ട്രിംസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? ഇറ്റ്സ് അബൌട്ട് ലിബറലൈസേഷൻ ഓഫ് ലിബറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് വാട്ട് അബൌട്ട് ട്രിപ്സ്? ട്രിപ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. പ്രൊവൈഡ്സ് മോണോപോളി പവർ ടു ഓണേഴ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ ഓപ്ഷൻസ് എങ്ങനെ വരും? A2, B3, C1, D4. So correct answer is option C. Moving to another question, which is the most appropriate mode of entry in international business to an enterprise with little experience of international market? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഏതാണ് എന്നാൽ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഈസി മോഡ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പോർട്ടിങ് തന്നെയാണ്. അക്വിസിഷനേക്കാളും അലയൻസിനേക്കാളും ജോയിന്റ് വെഞ്ചറിനേക്കാളും ഒക്കെ ഇതിലൊക്കെ കുറച്ചുകൂടി റിസ്ക് എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 57. According to FEMA, foreign exchange does not include which one of the following? So, FEMA relate ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. FEMA അനുസരിച്ച് ഫോറിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡെപ്പോസിറ്റ് പേയബിൾ ഇൻ ഫോറിൻ കറൻസി ഇൻക്ലൂഡ് ചെയ്യാം. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ ഇന്ത്യൻ കറൻസി ബട്ട് പേയബിൾ ഇൻ ഫോറിൻ കറൻസി ഇൻക്ലൂഡ് ചെയ്യാം. ട്രാവലേഴ്സ് ചെക്ക് ഡ്രോൺ ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് പേയബിൾ ഇൻ ഇന്ത്യൻ കറൻസി, ദാറ്റ് ഇസ് ഓൾസോ ഇൻക്ലൂഡബിൾ. Draft drawn by banks outside India and payable in foreign currency, which is not actually included. So option D ആണ് ഇതിന്റെ correct answer. Next question, Heckscher-Oehling തിയറിയിൽ നിന്നാണ്. സോ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫാക്ടർ എൻഡോമെന്റ് സജസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ്. സോ Heckscher-Oehling തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് റിലേഷൻഷിപ്പ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലാൻഡ് ലേബർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് മാർക്കറ്റിംഗ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലേബർ ക്യാപിറ്റൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ടെക്നോളജിക്കൽ കോംപ്ലക്സിറ്റീസും പറയുന്നുണ്ട്. സോ വിൽ ഗോ വിത്ത് BDE, റൈറ്റ്? സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Question number 59. The most significant and widely used country risk rating in international business risk are given by which of the following? Business Environment Risk Intelligence Index, Economist Intelligence Unit Indices, the National Center for Trade Information, India Trade Promotion Organization, and the PRS Group International Country Risk Guide. ഇതിൽ ഏതൊക്കെയായിരിക്കും വരിക? ബിസിനസ് എൻവയോൺമെന്റ് വെറി വരും, എ വരും. ദെൻ വാട്ട് അബൌട്ട് ബി? ബിയും തീർച്ചയായിട്ടും വരും. ആൻഡ് സി വരില്ല, ഡി വരില്ല, ഇ വരും. ABE. Okay, so the correct answer for this question is option B. Next question. In which one of the following modes of entry into foreign market risk and profit potential are highest? See, നോക്കിക്കേ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ക്വസ്റ്റ്യനും ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പം നിങ്ങൾ മോഡ്സ് ഓഫ് എൻട്രിയെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് ഉള്ളതും നല്ല രീതിയിൽ ഹയസ്റ്റ് റിസ്ക് ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് പൊട്ടൻഷ്യലും ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സിറ്റുവേഷനിലാണ്? നമ്മൾ ഏറ്റവും നല്ലത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ്. ഹൈ റിസ്ക് ആണ്, പക്ഷെ നമുക്ക് നല്ല പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഇൻഫ്ലേഷൻ ഇൻ ഇക്കോസിസ്റ്റം? സോ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫിലിപ്സ് കർവ് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ മിസ്റ്ററി ഇൻഡെക്സ് പറ്റില്ല. GDP ഡിഫ്ലക്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഫിഷർ എഫക്റ്റും പറ്റത്തില്ല. സോ വിൽ ഗോ വിത്ത് B and D and the correct answer is option D. So moving to question number 62, arrange the following steps in the process of concluding an export deal. Okay, സോ എഗെയിൻ നമ്മളോട് പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം എല്ലാ യൂണിറ്റ്സിൽ നിന്നും തന്നെ പ്രോസസ്സുകൾ അറേഞ്ച് ചെയ്യുക, ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും അവർ പ്രോപ്പറായിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ആൻഡ് നെഗോഷിയേറ്റ് വിത്ത് ദ ഇമ്പോർട്ടർ ആണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സി.
സോ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കുക. ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. സ്റ്റിൽ സിക്ക് ശേഷം നമ്മൾ കൺഫേം ചെയ്യണം. എക്സ്പോർട്ട് ഡീൽ നമ്മൾ കൺഫേം ചെയ്യുന്നു. Then receive an export order നമ്മൾ റിസീവ് ചെയ്യുന്നു. Then examining thoroughly and ask for amendment. Okay, and finally it is about receiving letter of credit. So yes, ഇതിൽ ശരിക്കും പറഞ്ഞാൽ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. Moving to question number 63, quotas which are quantitative restrictions on exports or imports intended at protecting local industries and conserving foreign exchange include which of the following? ഓക്കെ, സോ ഏതൊക്കെയാണ് ഇതിൽ വരിക? ഇതിൽ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജ് കോട്ട വരില്ല, അബ്സല്യൂട്ട് കോട്ട തീർച്ചയായിട്ടും വരും, താരിഫ് വരും, ആൻഡ് വാട്ട് അബൌട്ട് വാല്യൂ ആഡഡ് കോട്ടാസ്? നോ. വോളണ്ടറി കോട്ടാസും വരും. സോ ബി, സി, ഇ. Okay, so the correct answer is option A. Next question. According to the Stewart's theory of corporate governance, so corporate governance theory വളരെ പ്രധാനപ്പെട്ട Stewart's theory-മായിട്ടാണ് question, and ആ ഒരു തിയറിയുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്കവിടെ കുറച്ച് കാര്യമായിട്ടുള്ള തിയറീസ് പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ആൻഡ് എഗെയിൻ ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഗവർണൻസ് അപ്രോച്ച് ഈസ് സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ബി? ബിഹേവിയറൽ പാറ്റേൺ ഈസ് ട്രസ്റ്റ്വർത്തി. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. The role of management is to monitor and control. അത് മാത്രമാണോ മാനേജറിന്റെ റോൾ എന്ന് പറയുന്നത്? which is wrong. Owners attitude is to take risk. ഓണേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് is about taking risk. that is correct. Interest of managers and principals converge. okay, so അങ്ങനെ ആയിരിക്കണം അല്ലേ? അവരുടെ രണ്ടുപേരുടെയും തോട്ട് ഒരുപോലെ വരണം എന്നാണ് ഇവിടെ പറയുന്നത്, സ്റ്റുവർട്ട്ഷിപ്പ് പറയുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ച്വലി പറയുന്ന ഏജൻസി തിയറിയിലാണ്. സോ ഐ തിങ്ക് എക്സെപ്റ്റ് സി നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. So A, B, D, E, correct answer is option B. Moving to next question, the potential that a firm's consolidated financial statement be affected as a result of change in exchange rate is called. So exchange rate il varuna change karanam undagunna exposure ഏതാണെന്നാണ് question. So direct question ആണ്. എക്സ്ചേഞ്ച് റേറ്റ് കാരണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പോഷറിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എന്ന് പറയും. ഓപ്ഷൻ സി. A firm is exposed to translation loss if it uses current exchange rate to translate its assets and liability. Which among the following are the methods is used in translating assets and liability? See, നിങ്ങൾക്ക് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും സബ്ജക്റ്റ് വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഒരേ ടോപ്പിക്കിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം നമ്മൾ ഓൾറെഡി ട്രാൻസ്ലേഷൻ എക്സ്പോഷറിനെ കുറിച്ച് കണ്ടതേ ഉള്ളൂ. അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് എഗെയിൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കറണ്ട് ആൻഡ് നോൺ കറണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, ടെമ്പറൽ മെത്തേഡ് യൂസ് ചെയ്യാം, മോണിറ്ററി ഓർ നോൺ മോണിറ്ററി മെത്തേഡ് യൂസ് ചെയ്യാം, കറണ്ട് റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ട്രാൻസാക്ഷൻ ആൻഡ് നോൺ ട്രാൻസാക്ഷൻ മെത്തേഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല. സോ എ, ബി, സി, ഡി. ഓക്കെ, സോ എ, ബി, സി, ഡി is correct option is C. Moving to question number 67, which of the following are the properties of normal distribution? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെയും നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. മേ ബി സിമെട്രിക്കൽ ഓർ സ്ക്വയർ. മേ ബി സിമെട്രിക്കൽ ഓർ സ്ക്വയർ തെറ്റാണ്. വാട്ട് അബൌട്ട് ബി? യൂണിമോഡൽ, യൂണിമോഡ് ലൈക്ക് ഒരു മോഡേ ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് വിച്ച് ഇസ് ബെൽ ഷേപ്പ് സിമെട്രിക്കൽ. വളരെ കറക്റ്റ് ആണ്. ബി തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരണം. ആൻഡ് വാട്ട് അബൌട്ട് അസിംപ്റ്റോട്ടിക് ടു എക്സ് ആക്സിസ്? എക്സ് ആക്സിസിനോട് അസിംപ്റ്റോട്ടിക് ആണ് എന്ന് പറയുന്നു, വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. എൻ ആൻഡ് പി ആർ ടു പാരാമീറ്റേഴ്സ് ആണോ? എന്നും പിയും പാരാമീറ്റർ ആയിട്ട് വരുന്നത് ശരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെയാണ്. സോ ഹിയർ ഇറ്റ് കംസ് ലൈക്ക് മ്യൂ ആൻഡ് സിഗ്മ. ഓക്കെ, സോ ഇ വരണം. ഓക്കെ, സോ ഐ തിങ്ക് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ, ബി, സി. ലൈക്ക് വിൽ ചെക്ക് അഗെയിൻ. ബി, then C and D. B, C, E. So correct answer is option B. Moving to another question, നമ്മളോട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് 1 പല ടെസ്റ്റുകളാണ് തന്നിരിക്കുന്നത്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്നു. ലിസ്റ്റ് 2 ഇത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അനോവ ടെസ്റ്റ് ഉണ്ട്, സെറ്റ് ടെസ്റ്റ് ഉണ്ട്, ഹൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്, ക്രിസ്കൽ വാലിസ് ടെസ്റ്റ് ഉണ്ട്.
ഓക്കെ, സോ ഓരോ ടെസ്റ്റുകളും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? അനോവ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സോ ഇറ്റ്സ് എ പാരാമെട്രിക് ടെസ്റ്റ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് ഓഫ് ഡിഫറൻസ് ഇൻ മോർ ദാൻ 2 സാമ്പിൾ മീൻസ്. സോ ശരിക്കും നമുക്ക് എ കണക്ട് ചെയ്യാൻ പറ്റുന്നത് 2ഉമായിട്ടാണ്. ആൻഡ് വാട്ട് അബൌട്ട് ബി? ഇസഡ് ടെസ്റ്റ് നമ്മൾ എപ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഫോർ മീൻ ഓഫ് ലാർജ് സാമ്പിൾ വെൻ mu is known and unknown. ഓക്കെ, നമ്മൾ സാമ്പിൾസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വാട്ട് അബൌട്ട് സി? ഹൈ സ്ക്വയർ ടെസ്റ്റ് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? വിച്ച് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് ടെസ്റ്റിംഗ് വെദർ എ സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ്സ് വെൽ ടു എ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഫൈനലി ക്രിസ്കൽ വാല്യൂസ് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? വിച്ച് ഇസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലേ? സോ അത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഓപ്ഷൻസ് എങ്ങനെ വരുന്നു? വിച്ച് ഇസ് A2, റൈറ്റ്, A2, ഓക്കെ, A2, ദെൻ B4. സോ A2 അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കുമായിരുന്നു. B4, C1 and D3. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. Moving to question number 69, sequence correctly the following steps in PERT or CPM analysis. സോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ്. ഇത് ആക്ച്വലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇത് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മളോട് ഓപ്പറേഷൻ റിസർച്ചിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇതൊരു എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, so identify the critical path, draw the network diagram, establish dependencies across activity, estimate the completion of time of activity and define the activities in the network. So നമുക്ക് ഇതിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക വിത്ത് ഡിഫൈനിങ്. നമ്മൾ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ദെൻ ആ ഡിപ്പെൻഡൻസീസ്, അവർ തമ്മിലുള്ള ഡിപ്പെൻഡൻസീസിനെ നമ്മൾ അറിയണം. സോ ആഫ്റ്റർ നമുക്ക് ഏത് പറയാം? സി പറയാം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ദ കംപ്ലീഷൻ ഓഫ് ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് ദ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഓപ്ഷൻ ഇയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓപ്ഷൻ എയിൽ എൻഡ് ചെയ്യണം. ഓപ്ഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 70. Arrange the following processes in a proper sequence to conduct scientific research. So research എന്ന് പറയുന്ന ടോപ്പിക്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അഗെയിൻ നിങ്ങളോട് ആ പ്രോസസ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിൽ ഹാവ് ഇൻഡക്ഷൻ, മേക്കിംഗ് പ്രഡിക്ഷൻ, ഒബ്സർവേഷൻ ഓഫ് ഫാക്ട്സ്, ടെസ്റ്റിംഗ് ഓഫ് പ്രഡിക്ഷൻ, ഡെവലപ്മെന്റ് ഓഫ് എക്സ്പ്ലനേഷൻ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ട്സുകൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ സി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡക്ഷൻ കണ്ടക്ട് ചെയ്യണം. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്മെന്റ് ഓഫ് എക്സ്പ്ലനേഷൻ. അതിന് ഡെവലപ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ പ്രഡിക്ഷൻസ് നടത്തുക ആൻഡ് നമ്മളത് എന്ത് ചെയ്യണം? ടെസ്റ്റും ചെയ്യണം. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സി ആൻഡ് ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് ഡി. ഓക്കെ, ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ ലൈക്ക് ദാറ്റ് വിച്ച് ഇസ് ഓപ്ഷൻ ബി. Moving to next question 71. Which one of the following summary measures denotes the degree of lopsidedness in distribution? ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ള മേജർ ടോപ്പിക്സുകളാണ്. സോ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ സി, മെഷർ ഓഫ് സ്ക്യൂനെസ്. Question number 72. Which of the following samples are non-random or non-probability samples? ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ 1ലും നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. സോ പേപ്പർ 2ലും നിങ്ങൾക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടുന്ന കുറച്ച് ഏരിയയാണ് ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും അതിൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ 72 ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏതൊക്കെയാണ് നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? വളരെ ഡയറക്റ്റ് ആണ്. കോട്ട സാമ്പിൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ പർപ്പസീവ് സാമ്പിളും ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് BD. Correct answer is option D. Next question, question number 73. Which one of the following statement is true? ശരിയായ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ സം ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ മെഷേർഡ് ഫ്രം മീഡിയൻ ആസ് ദ ലീസ്റ്റ്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ബി? ഇഫ് ഈച്ച് വാല്യൂ ഇസ് ഗിവൺ ഇൻ സീരീസ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് K, the variance of new series would be equal to the variance of given series, which is wrong. The variance is the square of value of the standard deviation divided by mean. Again, തെറ്റായ ഒരു equation ആണ് പറഞ്ഞിരിക്കുന്നത്. And D, Z score value of X is the ratio between X divided by mean. Again, അത് തെറ്റാണ്. So, നമ്മളോട് ചോദിച്ചിരുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ A.
Next question, which of the following are the complete experimental research design? So complete ആയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ നമുക്ക് റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതിനകത്ത് ഫാക്ടോറിയൽ ഡിസൈൻ ഉണ്ടായിരിക്കണം. Then we'll come with option C, before and after design with one experiment and 2 control groups. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട എന്താണ് ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈനും വേണം അല്ലേ. സോ ഓപ്ഷൻ A, C, D. Okay, so the correct answer for this question is option A. Question number 75, which one of the following statement is false? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ആൻഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. സോ റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാം. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഇൻ ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് ചേഞ്ച് ഇൻ സ്കെയിൽ. ഡയറക്ട്ലി ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ശരിയാണ് എന്നുള്ളത് അല്ലേ. ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ കോഎഫിഷ്യന്റ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. പക്ഷേ ചേഞ്ച് ഓഫ് സ്കെയിൽ അങ്ങനെയല്ല, സ്കെയിൽ ചേഞ്ച് വന്നാൽ മാറ്റങ്ങൾ വരും. ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കനോട്ട് അസ്യൂം എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1, which is also correct. Regression coefficient of 2 variables may have different algebraic symbols for a real life situation. ഡിഫറെൻറ്റ് ഓൾജിബ്രാക് സിമ്പിൾ വരും എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം, വിച്ച് ഈസ് ഓപ്ഷൻ സി. ആൻഡ് ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് കറക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ ഓഫ് ഡേറ്റ. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. So moving to question number 76, which one of the following measure of central tendency is not affected by the presence of extreme values in the data of distribution? So extreme values ഉണ്ടെങ്കിൽ പോലും സെൻട്രൽ ടെൻഡൻസിയിൽ ഇതിൽ ഏത് മെഷറിലാണ് നമുക്കൊരു ചേഞ്ച് അത് ക്രിയേറ്റ് ചെയ്യില്ലാത്തത്? അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, പൊസിഷണൽ ആവറേജ്. അരിത്തമെറ്റിക് ആവറേജ്, ജോമെട്രിക് ആവറേജ്, മീൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പൊസിഷണൽ ആവറേജ് ആൻഡ് ഹാർമോണിക് average. Correct answer ഏതാണ്? Which is option C. Okay, so correct answer is option C, which is positional average. Moving to question number 77, ഇത് ബാങ്കിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ബാങ്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ ടാക്സുമായിട്ട് കൂടി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക്സ് ആർ നോട്ട് റിക്വയർഡ് ടു ഡിഡക്ട് ദ TDS ഫ്രം ദ ഡെപ്പോസിറ്റേഴ്സ് ഹു ഹാവ് സബ്മിറ്റഡ് ഡിക്ലറേഷൻ in which of the following forms under income tax rule 1962? Form 16A, 16H, 15G and 15A. So correct answer for this question is 15G, that is option C. Question number 78, which one of the following provident funds is set up under Provident Fund Act 1952? Again income taxil ninnu thanne oru question aanu. Edana direct question thaneyanu ചോദിച്ചിരിക്കുന്നത്. And correct answer is recognized provident fund. Recognized and unrecognized provident fund ഇതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഇൻകം ടാക്സിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 79, residential status in Indian Income Tax Act is determined for which one of the following? So നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ് കാണുന്നത്? പ്രീവിയസ് ഇയർ ആണോ, അസസ്മെൻറ്റ് ഇയർ ആണോ, അക്കൗണ്ടിങ് ഇയർ ആണോ, അതോ പ്രീവിയസും അസസ്മെൻറ്റ് ഇയറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ളത്. സോ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വിച്ച് ഇസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ. 77 ആൻസർ ഓപ്ഷൻ A. Next question, which one of the following is net annual value of house for given details? So കഴിഞ്ഞ 2 വർഷങ്ങൾ ഒഴിച്ചാൽ അതിനു മുമ്പ് സ്ഥിരമായിട്ട് HR ഈ ഒരു എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇൻകം ടാക്സിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരു 2 എക്സാമിനാണ് നമുക്കത് കാണാനായിട്ട് പറ്റാഞ്ഞത്. ആൻഡ് എഗെയിൻ അവർ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആയതാണ് പക്ഷെ പേ ചെയ്തിട്ടില്ല, വിച്ച് ഇസ് 12,000. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് നെറ്റ് ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് 4,80,000. ഓക്കെ, moving to next question, tax audit is compulsory in case of a person carrying on profession and whose gross receipts exceeds which one of the following? So compulsory ആയിട്ട് ടാക്സ് ഓഡിറ്റ് വേണം എന്ന് പറയുന്ന എത്ര എമൗണ്ടിന് മുകളിലേക്കാണ്? which is option D, that is 15 lakh. Okay,
Next question. Which of the following losses are allowed to the earned forward and set off in the subsequent assessment year? House property loss, business loss, speculation loss, capital loss, loss on account of owing and maintaining the race horses. So ഏതൊക്കെയായിരിക്കും വരിക? ഇതെല്ലാം തന്നെയും വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതെല്ലാം തന്നെയും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ലോസസ് ആണ്. ഓക്കെ, സോ A, B, C, D, E. Okay, so the correct answer for this question is option D. Next question. ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ പോലെയുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടാക്സ് പ്ലാനിങ് പ്രൊമോട്ട്സ് പ്രൊഫഷണലിസം ആൻഡ് സ്ട്രെങ്തൻസ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് എ കൺട്രി എന്നുള്ളതാണ്. സോ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാം ശരിയാണ് അല്ലേ, ടാക്സ് പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ടാക്സ് ഇവേഷൻ ഈസ് എൻ ആക്ട് വിത്ത് ദ പെർമിസിബിൾ റേഞ്ച് ഓഫ് ആക്ട് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ബെനിഫിറ്റ്. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ടാക്സ് ഇവേഷൻ നടത്തുന്നത്? ഒരിക്കലും അല്ല. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ലീഗലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതാണ് അല്ലേ. സോ യെസ്, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ C. Like statement 1 is true but statement 2 is false. Moving to question number 84, sequence the following steps to compute tax where there is agriculture income also. So agriculture income കൂടിയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും അതേ ഓർഡറിൽ തന്നെ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതേ ഓർഡറിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എയിൽ പറയുന്നു ആഡ് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം ആൻഡ് കാൽക്കുലേറ്റ് ടാക്സ്. അതിനുശേഷം പറയുന്നത് എന്താണ്? ആഡ് അഗ്രികൾച്ചർ ഇൻകം ടു ദ മാക്സിമം എക്സംഷൻ ലിമിറ്റ് അവൈലബിൾ ഇൻ ദ കേസ് ഓഫ് അസസി ആൻഡ് കമ്പ്യൂട്ട് ടാക്സ്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു ആൻഡ് നമ്മൾ അതിൻ്റെ ഡിഡക്ഷൻസ് നമ്മൾ നടത്തുന്നു. അതിനുശേഷം നമ്മൾ റിബേറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്നു. ആൻഡ് ഫൈനലി സർചാർജ് ഉണ്ട് എങ്കിൽ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ടുള്ള 4% കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. വളരെ ഡയറക്റ്റ് ആയിട്ട് അതേ ഓപ്ഷൻസ് അതേ ഫോമാറ്റിലാണ് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡിയിൽ നോക്കിക്കേ A, B, C, D, E. So the correct answer is option D. Moving to next question, which of the following are the tax categories under GST? GSTക്ക് അനുസരിച്ച് അല്ലെങ്കിൽ GST ഫോമാറ്റ് അനുസരിച്ച് ഏതൊക്കെ ടാക്സ് റേറ്റുകളാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 5% നമുക്കതിൽ ഉണ്ടെന്നറിയാം. ദെൻ 12% ആണ് പിന്നെയുള്ളത്. ആൻഡ് 28, 5, 12, 28 ആണുള്ളത്. സോ ACE. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. Next question, which of the following are the 3 pillars of Basel II? സോ ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ബേസിൽ നോംസിൽ നിന്ന് എല്ലാ തവണയും തന്നെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. സോ ബേസിൽ 2 പ്രകാരം വരുന്ന 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് തീർച്ചയായിട്ടും വരും. ദെൻ സൂപ്പർവൈസറി റിവ്യൂ വരും. ലിവറേജ് ഇസ് നോട്ട് എ പാർട്ട്. ദെൻ വാട്ട് അബൌട്ട് മാർക്കറ്റ് ഡിസിപ്ലിൻ? മാർക്കറ്റ് ഡിസിപ്ലിനും തീർച്ചയായിട്ടും വരണം. ആൻഡ് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ വരില്ല. സോ A, B, D. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിൽ 1, 2, 3 എല്ലാ ബേസിൽ നോംസും പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. അതിലെ പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ബീൻ ദ പ്രൈമറി മോട്ടീവ് ഓഫ് സെൻട്രൽ ബാങ്ക് റൈസിങ് ഇൻട്രസ്റ്റ് ഇൻ റീസെൻറ്റ് ടൈംസ്? സോ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്തതിൻ്റെ ഒരു മേജർ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദറ്റ് വാസ് ആക്ച്വലി ഡ്യൂ ടു ടാമിങ് ഇൻഫ്ലേഷൻ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. And moving to question number 88, the safety margin that insurers must maintain in order to protect the interest of policy holder. ഏതാണ് സേഫ്റ്റി മാർജിൻ എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ആണോ, സോൾവൻസി ആണോ, പ്രോഫിറ്റ് ആണോ, കോസ്റ്റ് ഓഫ് റിസ്ക് ബെയറിംഗ് ആണോ? എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? വിച്ച് ഇസ് സോൾവൻസി മാർജിൻ ആണ് അല്ലേ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എഗെയിൻ ബാങ്കിങ്ങിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. Asset liability management is a mechanism to address the risk arising due to mismatch of assets and liabilities. Correct ആണല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് അബൌട്ട് ബി? Non-performing assets must be written off as loss in the financial year in which NPA has been identified. Wrong. Undisclosed reserves are included in the capital of banks tier 2 if they represent accumulation of post-tax profit, which is also correct. Bank cannot accept deposits from public for a period of exceeding 5 years. Deposits അങ്ങനെ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, which is also wrong.
Hybrid debt capital instrument may be include tier 2 capital. That is correct. So, ഇവിടെ ശരിയായിട്ടുള്ള statement A, C and D. Okay, so correct answer is option D. Okay, and now the next question is, the central bank can significantly influence the savings, investment and consumer spending in the economy through which one of the following policy? ഏത് പോളിസി യൂസ് ചെയ്തിട്ടാണ് ഈ സെൻട്രൽ ബാങ്കിന് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്, which is a very direct question. ഫിസ്ക്കൽ പോളിസി അല്ല, കറക്റ്റ് ആൻസർ ഏതാണ്? മോണിറ്ററി പോളിസി ആണ്. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരിക 2 പാസേജുകളാണ്. നിങ്ങൾ ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് വീതം 2 പാസേജിൽ നിന്നും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരുന്ന പാസേജ് ഈ ഒരു പാസേജാണ്. സോ ഞാൻ ഈ ഒരു എൻറ്റയർ പാസേജ് വായിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് പാസേജ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമുക്കിതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി എ പാർട്ട് ഓഫ് വാല്യൂ ചെയിൻ ഇൻ പ്രൊപ്പോസ്ഡ് ഇൻറ്റഗ്രേറ്റഡ് മെഗാ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പറൽ പാർക്സ്. അപ്പോൾ നമുക്ക് ആ ഒരു പാസേജ് വായിക്കുമ്പോൾ തന്നെ അറിയാം അത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പാസേജാണ്. ആൻഡ് നിങ്ങൾ ആ പാസേജ്, നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അവയർനെസ്സിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യരുത്. നമ്മൾ ആ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിനെയും കൂടെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. ആൻഡ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Next question, which one of the following will be the most critical to export performance of Indian textiles? Integrated mega textile and apparel parks, free trade agreements, centers production linked incentive schemes, rebate on state and central taxes and levies to export oriented units. And passage നല്ല രീതിയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ആണ് എന്നുള്ളത്. Moving to next question, which one of the following states does not contribute to Indian textile industry? West Bengal, Rajasthan, Punjab, Tamil Nadu. And the correct answer is Punjab. Next one, an assertion reasoning question aanu. Assertion thandirikkunnathu, Indian textile can regain their sheen with setting up of integrated mega textile and apparel parks, and reason the value chain in yarn, fabrics and ready-mades is scattered nationwide. സോ നമുക്ക് നോർമലി അസേർഷൻ റീസണിങ് തരാറുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെന്റ്സുകളാണ് തന്നിരിക്കുന്നത്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വോണ്ട് ടു പ്രൊമോട്ട് യൂണിറ്റ്സ് എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽസ്. ദ പെർഫോമൻസ് ഓഫ് ടെക്സ്റ്റൈൽസ് ഇൻ ഇന്ത്യസ് എക്സ്പോർട്ട് ബാസ്ക്കറ്റ് ഹാസ് ബീൻ ഇംപ്രൂവ്ഡ്. സോ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസുമാണെന്ന്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ഒരു പാസേജ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്ന് പറയാം. കാരണം ഇതിൽ ഡോർമെൻറ്റ് കമ്പനിയെക്കുറിച്ചും കമ്പനീസ് ആക്ടിനെ കുറിച്ചും 1% കമ്പനിയെക്കുറിച്ചും ഒക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഈ ഒരു പാസേജും നിങ്ങൾ പോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ആ ഒരു റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അടുത്ത 5 ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യാം. എഗെയിൻ ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് എ കമ്പനി ഗെറ്റ് സ്റ്റാറ്റസ് ഓഫ് ഡോർമെന്റ് കമ്പനി ദെൻ ഇറ്റ് ഇസ് സബ്ജക്ട് ടു ലെസ് compliances in comparison to active company. Reason, it will help to save the compliances for inactive company when they become dormant company under section 455 of Companies Act 2013 as compared to Companies Act 1956. So നമ്മുടെ proper reading il നിന്ന് നമുക്കറിയാം both A and R are correct and R is the correct explanation of A. Again ഒരു assertion reasoning question ചോദിച്ചിരിക്കുകയാണ്. Assertion, provision is made to obtain status of a dormant company for an inactive company that doesn't trade. Dormant company doesn't trade but has significant accounting transactions. So നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് assertion ശരിയാണ്, reason incorrect ആണ് എന്നുള്ളത്. Next question, which of the following company do not fall under purview of dormant company? Private company, 1% company, limited and unlimited liability companies, then public company and government company. And നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, and moving to question number 99, which one of the following nature of business is suitable to a dormant company? Shipping business, manufacturing business, real estate business, pharmaceutical business. ഏതിനാണ് dormant company കുറച്ചുകൂടി suitable? It is about real estate business. And moving to the last question, that is 100th question. Dormant company offers excellent advantage to which one of the following? Bankers, creditors, shareholders, promoters. Correct answer is option D, that is
പ്രൊമോട്ടേഴ്സ്. സോ അപ്പം നമുക്ക് ഈ ഒരു 100 ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് വെച്ചിട്ട് നമുക്കറിയാം ഓരോ ടോപ്പിക്കിൽ നിന്ന്, ഇപ്പോൾ ഒരു ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലേ, ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവർ എടുത്ത് ചോദിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ആ ഒരു ടോപ്പിക്സിനൊക്കെ നമ്മൾ അതേപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു ടോപ്പിക്ക് വിട്ടാൽ മേ ബി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായി എന്ന് വരാം. സോ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളൊന്നും തന്നെ മിസ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊമേഴ്സിൻ്റെ ഷിഫ്റ്റ് 3 ആണ്. അതായത് 14th ഒക്ടോബറിൽ മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന 3rd ഷിഫ്റ്റ്, മൂന്നാമത്തെ കൊമേഴ്സിൻ്റെ ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം ആൻസേഴ്സും ആണ്. സോ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ 3-4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയോ തെറ്റോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയതിൻ്റെയൊക്കെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വിത്തിൻ ടൈം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.